തഞ്ചാവൂർ ജില്ലയിൽ മാവോയിസ്റ്റുകളുടെ സ്വാധീനം വല്ലാതെയുണ്ട്. കൃഷിക്കാരനായിട്ടും പൂക്കച്ചവടക്കാരനായിട്ടും വേഷം മാറി ചുറ്റി നടക്കുകയാണ് അവർ. അവിടെ നടക്കുന്ന സമരക്കാർക്കെല്ലാം പിന്നിൽ ഇവർ തന്നെയാണ്. നിങ്ങൾ പേടിക്കണ്ട, അതെനിക്ക് വിട്ടേക്ക്. നമ്മുടെ പട്ടാളത്തെ ഇറക്കി തൂത്തുവാരി കളഞ്ഞേക്കാം. ഒരു വിരൽ പോലും അനക്കണമെന്ന് സ്വപ്നത്തിൽ പോലും പിന്നെ അവർ വിചാരിക്കില്ല. ഈ ഒരു മാസത്തിനുള്ളിൽ മാത്രം 6 കലാപക്കാരും 16 പോലീസുകാരും മരിച്ചിട്ടുണ്ട്. മിലിറ്ററി ഇറക്കി നമ്മുടെ ജനങ്ങളുടെ മേലെ വോറോ? നല്ല ഹിറ്റ്ലർ ഐഡിയ പോലെ ഉണ്ടല്ലോ. ശരി, പോലീസ് അറ്റാക്ക് കൊണ്ട് ഈ ഒരു മാസത്തിൽ പൊതുജനങ്ങൾ എത്ര മരിച്ചിട്ടുണ്ട്? അത് എന്താ ഇത് പറഞ്ഞോ കദർ. 312 പേർ മരിച്ചിട്ടുണ്ട്. ഓ ഗോഡ്, അത്രയും പേരോ? എന്താ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്? സർ, നമുക്ക് കുറച്ച് ഓപ്പണായിട്ട് സംസാരിക്കാം. യാ, സാറ് പറയുന്ന മാതിരി കൃഷി ചെയ്യുന്നവൻ, തേങ്ങ പറിക്കുന്നവൻ, പൂക്കച്ചവടം ചെയ്യുന്നവൻ ഒന്നും വേഷം കെട്ടിയവരല്ല സർ. അതാണ് അവരുടെ ജോലി. ജീവിതമാർഗമായ മണ്ണ് എന്നേക്കുമായി നഷ്ടപ്പെട്ടു എന്നറിഞ്ഞപ്പോൾ അവർ സമരത്തിനിറങ്ങി. സമരം ചെയ്യുന്ന തെറ്റാണെങ്കിൽ ആ പോരാട്ടത്തിനുള്ള സാഹചര്യം ഒരുക്കുന്നത് തെറ്റ് തന്നെയല്ലേ? അതുകൊണ്ടെന്താ ഗവൺമെന്റിന്റെ സ്വത്ത് നശിപ്പിക്കുന്നത് ന്യായമാണോ? പബ്ലിക് പോലീസിനെ അടിക്കുന്നത് ശരി തന്നെയാണോ? അതൊന്നും പൊതുജനങ്ങളല്ല സർ, പൊതുജനങ്ങളുടെ വേഷം കെട്ടി വന്നവരാ. മറ്റു ചാനൽസിൽ വന്ന ഫൂട്ടേജും കൂടെ ഒന്ന് കാണണം സർ. പോലീസ് ജനങ്ങളെ തലതല്ലി പൊട്ടിക്കുന്നത്, ദാക്ഷിണ്യമില്ലാതെ പന്നിയെ കൊല്ലുന്ന മാതിരി ആളുകളെ കൊല്ലുന്നത്, ഇതൊന്നും നിങ്ങളുടെ ഫൂട്ടേജിൽ കാണില്ല. ഇതെല്ലാം നിങ്ങൾക്ക് ഇവിടെ ഇരുന്ന് സംസാരിക്കുന്നതിന് വേണ്ടി തയ്യാറാക്കിയ വിഷ്വൽസാ. നമ്മുടെ പോലീസ് ദാഹജലവും കൊടുക്കും, വേണ്ടി വന്ന തീയും വെക്കും. ഹലോ, നിങ്ങളൊരു ഗവൺമെന്റ് ഓഫീസറല്ലേ? നിങ്ങളെന്താ നക്സലുകളെ പോലെ സംസാരിക്കുന്നത്? ഷട്ടപ്പ്. അദ്ദേഹത്തോട് സംസാരിക്കാൻ പറഞ്ഞത് ഞാനാ. അഗ്രികൾച്ചർ ലാൻഡില് മൈനിങ് ലൈസൻസ് കൊടുത്തതാണ് പ്രശ്നമല്ലേ കദർ? അത് തന്നെയാണ് സർ പ്രശ്നം. റിസർച്ച് ചെയ്യാനായി മണലെടുക്കണമെന്നും പറഞ്ഞ് ലൈസൻസ് വാങ്ങിയിട്ട് തോറിയവും യുറേനിയവും രഹസ്യമായിട്ട് എക്സ്ട്രാക്ട് ചെയ്ത് വിദേശ രാജ്യങ്ങളിലേക്ക് കടത്തുകയാണ്. തലമുറകളായി കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്ന ഭൂമിയിൽ പെട്ടെന്ന് ഖനനത്തിന് ലൈസൻസ് കൊടുത്താൽ ആ കൃഷിക്കാർ എന്താണ് സർ ചെയ്യുക? തൻ്റെ ജീവിതമാർഗവും ഇല്ലാതാക്കി ജീവനും വിലയില്ല എന്ന് വന്നാൽ ഐ എം സോറി സർ, നിങ്ങളും ഞാനും പോലും തെരുവിലിറങ്ങി സമരം ചെയ്തെന്നിരിക്കും. അങ്ങനെയാണെങ്കിൽ ലീഗൽ എന്ന് പറഞ്ഞ് നടത്തുന്ന ആ മൈൻസ് ക്ലോസ് ചെയ്തൂടെ? 8 മൈൻസ് മഹാദേവ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് മഹാദേവിന്റെ സ്വന്തമാണ്. അയാളുടെ കമ്പനി എക്സൈസ്, എക്സ്പോർട്ട്, എൻവയോൺമെന്റൽ, പൊല്യൂഷൻ കൺട്രോൾ എല്ലാ ഡിപ്പാർട്ട്മെന്റിന്റെയും പെർമിഷൻ വാങ്ങി നടത്തുന്നതാണ്. അയാൾ കോർട്ടിൽ പോയ പ്രശ്നമാവും. പോട്ടെ, അതേ കോർട്ടിൽ നമ്മളും പോവും. എന്താ സംഭവിക്കുന്നത് നോക്കാമല്ലോ. സന്തോഷ് സർ, നിങ്ങളൊരു കാര്യം ചെയ്യും, മഹാദേവ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസിനെ പറ്റി നാളെ തന്നെ ഒരു ഡീറ്റെയിൽ റിപ്പോർട്ട് തരണം. ഓക്കെ? ഷുവർ സർ. കുൽദീപ് സർ, വിശക്കുന്നു. പീസ എവിടെ? സർ ഒരു 10 മിനിറ്റ് സർ. SPG ഗ്രൂപ്പ് ചെക്ക് ചെയ്തോണ്ടിരിക്കുക. ഓ, മുടിയാനായിട്ട് അത് 6 തണുത്ത് പോയി കാണും. യാ സർ, മിസ്റ്റർ മഹാദേവ് വന്നിട്ടുണ്ട്. സാർ അദ്ദേഹത്തിന് ഡയറക്റ്റ് അപ്പോയിൻമെന്റ് കൊടുത്തിട്ടുണ്ടോ? ആ, അതേക്ക് വരാൻ പറയാം. അങ്കിൾ, സോറി അങ്കിൾ, അങ്കിൾ വരാന്ന് പറഞ്ഞ കാര്യം മറന്നുപോയി. സാരമില്ലടോ. പിന്നെ പ്രൈം മിനിസ്റ്ററുടെ സീറ്റൊക്കെ എങ്ങനെയുണ്ട്? ഭയങ്കര ചൂടാണ് അങ്കിൾ. കം കം, ലെറ്റ്സ് ഹാവ് എ ഡ്രിങ്ക് അങ്കിൾ. നോ എക്സ്ട്രീം ദേഷ്യത്തിലിരുന്നാ കുടിക്കും, അല്ലെങ്കിൽ അതിയായ സന്തോഷം വന്നാലും കുടിക്കും. ഇപ്പൊ 2 മൂഡിലും ഇല്ല. എന്താ അങ്കിൾ, പിന്നെ എന്തിനാ ഈ മിഡ് നൈറ്റ് മീറ്റിംഗ്? അബി, തഞ്ചാവൂർ ഡിസ്ട്രിക്റ്റിലെ മൈൻസ് എല്ലാം ഇതുവരെയും എന്താ ബാൻ ചെയ്യാത്തതെന്ന് നീ ഡിസ്കസ് ചെയ്തതായി പറഞ്ഞു കേട്ടു. ദിസ് ഈസ് അൺബിലീവബിൾ. ഈവനിങ് ക്യാബിനറ്റ് മീറ്റിംഗിൽ സീക്രട്ടായി പറഞ്ഞ കാര്യം ചൂടാറാതെ നിങ്ങളുടെ ചെവിയിലെത്തിയെങ്കിൽ നിങ്ങളുടെ ആരോ നിഴല് പോലെ ഇവിടെ ഉണ്ട്. പിടിക്കൂ അങ്കിൾ, നിങ്ങളുടെ ആൾ ആരാണെന്ന് ഞാൻ കണ്ടുപിടിക്കും. വേണ്ട ബി, അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ക്യാബിനറ്റിൽ ആരും ബാക്കി ഉണ്ടാവില്ല. അത്രയ്ക്ക് സ്പൈയോ? തഞ്ചാവൂർ ഏരിയയില് മൈൻസിനേക്കാൾ പ്രാധാന്യം കൃഷിക്കല്ലേ അങ്കിൾ? ഒരിക്കലുമില്ല. ഏതാണോ കൂടുതൽ ലാഭം തരുന്നത് അതിനാണ് പ്രാധാന്യം. ഈ മീറ്റിംഗ് ഷെഡ്യൂളുള്ളതല്ല. SPG ഇൻഫോം ചെയ്ത് ഇതെങ്ങനെ നടന്നു? അവിടെ മണ്ണിന്റെ താഴെ ഒളിച്ചിരിക്കുന്നത് 1000 രത്നഖനികളെക്കാൾ വിലയേറിയതാണ്. അതിന്റെ വാല്യൂ നിനക്കറിയില്ല. കറക്റ്റ് അങ്കിൾ. കൃഷിയുടെ വാല്യൂ അറിഞ്ഞ ഒരാൾ ഇവിടെ തന്നെ ഉണ്ട്, അതും തഞ്ചാവൂർ കർഷകൻ. അയാളോട് വരാൻ പറയാം. സാർ അയാളോടൊന്ന് സംസാരിച്ചു നോക്ക്. തഞ്ചാവൂർ കർഷകനോ? ഇതിവിടെ വാച്ച്മാന്റെ ജോലി ചെയ്യുന്ന ആളല്ലേ? ഇദ്ദേഹം എന്റെ പ്രിൻസിപ്പൽ സെക്യൂരിറ്റി അഡ്വൈസറാ, കദിർ. ഓ, തഞ്ചാവൂർ കർഷകൻ. ഗുഡ്. 1 ഏക്കർ നിലത്തിൽ നിന്നും 50 വർഷം കൊണ്ട് എന്ത് സമ്പാദിക്കാനാവുമോ അതിനേക്കാൾ കൂടുതൽ തുക സിംഗിൾ പേയ്മെന്റിൽ കൊടുക്കാമെന്ന് ഞാൻ പറഞ്ഞു. അത് വേണ്ടാന്നും പറഞ്ഞ് തെരുവിലിറങ്ങി സമരം ചെയ്യുന്നവൻ വെറും മണ്ടനല്ലേ? അവൻ മണ്ടനായാലും ബുദ്ധിമാനായാലും ഇത്രയും കാശ് കൊടുത്ത് വാങ്ങാൻ നടക്കുന്നവൻ ഉറപ്പായും മണ്ടനായിരിക്കില്ല. ദാറ്റ്സ് ദ പോയിന്റ്. അവിടെ ഉണ്ടാകാൻ പോകുന്ന നെല്ലിന് കിൻഡലിന് പരമാവധി 1600 രൂപ കിട്ടുമായിരിക്കും. എന്നാൽ ആ മണ്ണിനടിയിൽ കിടക്കുന്ന തോറിയത്തിന്റെ ഇന്റർനാഷണൽ വാല്യൂ എത്രയെന്ന് പോലും അറിയില്ല. അബേ,
അത് വേണ്ട വിധം പ്രോസസ്സ് ചെയ്ത് പുറത്തെടുത്താൽ ഇന്ത്യക്ക് ലോകത്തിലെ ഏറ്റവും വലിയ അറ്റോമിക് പവറായി മാറാം. അത് നിന്റെ ലൈഫ് ടൈം അച്ചീവ്മെന്റ് ആയിരിക്കും. വാവ്. പക്ഷേ എല്ലാ പാർട്ടികളും ഓർഗനൈസേഷൻസും ഇതിനെതിരെ സമരം ചെയ്യുന്ന എന്തിനാ? അവരെ പലവിധ പ്രശ്നങ്ങൾ കൊടുക്കി ഭിന്നിപ്പിക്കണം. എലിയുടെ പുറകെ ഓടുന്നവന്റെ മുന്നിലേക്ക് ഒരു തേളിനെ ഇട്ടു കൊടുക്കണം. അപ്പോഴവൻ എലിയെ വിട്ടിട്ട് തേളിന്റെ പുറകെ പോകും. അപ്പോൾ നീ ഒരു പാമ്പിനെ എടുത്ത് അവന്റെ മുന്നിലേക്ക് ഇട്ടു നോക്ക്. അവൻ പാമ്പിനെ കൊല്ലാൻ നോക്കുന്ന ഗ്യാപ്പിൽ അവന്റെ മുതുകിന്റെ പിന്നിലൂടെ ഒരു ആനയെ വേണമെങ്കിലും കടത്താം. സൂപ്പർ അങ്കിൾ. യഥാർത്ഥത്തിൽ നിങ്ങളെയാണ് എന്റെ അഡ്വൈസർ ആയിട്ട് വെക്കേണ്ടത്. അങ്കിള് പറയുന്നതൊക്കെ ശരി തന്നെയാ. പക്ഷേ കൃഷിയൊക്കെ നശിപ്പിച്ചിട്ട് വേണ്ടേ ഇതൊക്കെ ചെയ്യാൻ? ഈ നാട് പുരോഗമിക്കണമെന്നുണ്ടെങ്കിൽ അതിന് ആഴത്തിലുള്ള അടിത്തറ വേണം. ആ അടിത്തറ മാന്തുമ്പോ പുഴു, കീടം എല്ലാം വേറെ സ്ഥലം നോക്കി പോവുക തന്നെ വേണം. കൃഷിക്കാർ നിങ്ങൾക്ക് പുഴുവിനെയും പ്രാണിയും പോലെയൊക്കെയാണോ? നിലം നിങ്ങൾക്ക് വെറും സ്വത്താണ്, പക്ഷെ ഞങ്ങൾക്കത് ദൈവമാണ്. അതുകൊണ്ടാണ് കൃഷിപ്പണി ചെയ്യാൻ ഇറങ്ങുന്നവൻ കാലിൽ ചെരുപ്പ് പോലും ഇടാത്തത്. നിങ്ങളെ പോലുള്ള കോർപ്പറേറ്റുകൾക്ക് വാങ്ങിയ കാശ് തിരിച്ചടയ്ക്കാൻ പറ്റില്ലെങ്കിൽ ഓടി രക്ഷപ്പെടാം. പക്ഷെ കടമടയ്ക്കാനാവാത്ത ഒരു കൃഷിക്കാരനും ഓടി ഒളിക്കില്ല. അന്തസ്സുള്ളവരാണ് സർ. ആത്മഹത്യ ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ 2 ലക്ഷം കർഷകർ ആത്മഹത്യ ചെയ്തിട്ടുണ്ട്. അത്രയ്ക്ക് കഷ്ടപ്പെട്ട് ഈ കൃഷി എന്തിനാ ചെയ്യുന്നത്? ആകെ ഇത്രയും നെല്ലും ഗോതമ്പും പോലെ കർണാടകയിൽ നിന്ന്, ഒറീസയിൽ നിന്ന്, വിയറ്റ്നാമിൽ നിന്ന്, തായ്ലൻഡിൽ നിന്ന് കപ്പൽ കണക്കിന് കൊണ്ടിറക്കാം. അബേ, ഇന്ത്യയെ നമുക്ക് സൂപ്പർ പവറാക്കി മാറ്റണം. നിന്നെ ഞാൻ സൂപ്പർ PM ആക്കാം. ഒരു കൃഷിക്കാരൻ തമിഴ്നാടിനെ മരുഭൂമിയാക്കിയിട്ട് ഇന്ത്യയെ സൂപ്പർ പവർ ആക്കാൻ പോവാണെന്നോ? കാമോൺ അബി, ദുബായ് പോലും മരുഭൂമിയാണ്. അവിടെ എന്താ കാശില്ലേ? വൺ ഓഫ് ദ റിച്ചസ്റ്റ് പ്ലേസ് ഓൺ എർത്ത്. ഈ നാടിന്റെ കൃഷിയും സംസ്കാരവും എല്ലാം തകർക്കുന്ന മാതിരി ഇതുപോലൊരു ഇടപാടിന് ഒരു ഗവൺമെന്റും തയ്യാറാവില്ല. അബി, ലെറ്റ് മീ ടെൽ യു സ്റ്റോറി. എത്യോപ്യയിൽ എനിക്കൊരു കൊയർ ഫാക്ടറി ഉണ്ടായിരുന്നു. 5 വർഷം മുമ്പ് അവിടുത്തെ ഭരണം മാറിയപ്പോൾ എൻവയോൺമെന്റൽ ഇഷ്യൂ എന്നും പറഞ്ഞ് അവരെൻ്റെ ഫാക്ടറി പൂട്ടിച്ചു. ജസ്റ്റ് $20 million. ജസ്റ്റ് $20 million ചെലവഴിച്ച് അവിടെയുള്ള ഒരു മിലിറ്റന്റ് ഗ്രൂപ്പിനെ കൊണ്ട് 3 ആഴ്ചയ്ക്കകം ഭരണം പിടിച്ചെടുത്തു. ഭരണത്തിലിരുന്ന പ്രസിഡന്റിനെ തൂക്കിക്കൊല്ലുകയും ചെയ്തു. ഇപ്പോ ആ രാജ്യത്ത് എനിക്ക് 14 കോപ്പർ ഫാക്ടറികൾ ഉണ്ട്. കതിർ, അങ്കിൾ എന്താ പറയുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട്, എന്നാ മനസ്സിലാവുന്നുമില്ല. നിങ്ങൾ അവരുടെ ഖനികൾ മൂടിയാൽ നിങ്ങളുടെ ഗവൺമെന്റിനെ അദ്ദേഹം താഴെ ഇറക്കുമെന്ന്. അയ്യോ അങ്കിൾ, എന്നെ കൊണ്ട് അതൊന്നും ചെയ്യിക്കരുതെന്നാ പറഞ്ഞേ. കറക്റ്റ് അങ്കിൾ. ഞാൻ അങ്കിളുടെ മൈൻഡ്സ് ഒക്കെ ക്ലോസ് ചെയ്താൽ അത് അങ്കിളുടെ പ്രസ്റ്റീജ് ഇഷ്യൂ. ഇപ്പം നമുക്കൊരു കാര്യം ചെയ്യാം. അടുത്ത മാസം തഞ്ചാവൂരിൽ ഒരു ഗ്രാൻഡ് ഫംഗ്ഷൻ വയ്ക്കാം. ആ ഫംഗ്ഷനിൽ ജനങ്ങളുടെ നന്മയ്ക്കായി അങ്കിളിന്റെ മൈൻഡ്സ് എല്ലാം അങ്കിൾ എന്നെ ക്ലോസ് ചെയ്യുന്നതായിട്ട് അനൗൺസ് ചെയ്തേക്കാം. ഞാൻ തന്നെ മാലയിട്ട് അഭിനന്ദിക്കാം. നല്ല ഇമേജ് കിട്ടും. ഇലക്ഷനിൽ നിന്നാൽ MP വരെ ആവാം. ഞാൻ എന്തിന് MP ആവണം? നിന്റെ പാർട്ടിയിലെ 60 MPമാരും ഞാൻ പറഞ്ഞാൽ കേൾക്കും. നീ മാത്രം എന്നെ അനുസരിക്കാത്തത് എന്താ? അപ്പൊ കേട്ടില്ലെങ്കിൽ ഗവൺമെന്റിനെ താഴെ ഇറക്കുമല്ലേ? ഞാൻ പറയുന്നത് കേൾക്കുന്നതാ നിനക്ക് നല്ലത് മോനെ. PS, എല്ലാ ഇല്ലീഗൽ മൈൻസും ബാൻ ചെയ്യണം. അതിലുള്ള ലീഗൽ ഇഷ്യൂസിനെ പറ്റി ഡിസ്കസും ചെയ്യണം. നാളെ തന്നെ അറ്റോർണി ജനറലിനെ വരാൻ പറയും. അബി, നിനക്ക് ആരെ കൂടെ നിർത്തണം, ആരെയാണ് അകറ്റി നിർത്തേണ്ടതെന്നും അറിയില്ല ബി. നിനക്ക് മനസ്സിലായിക്കൊള്ളും. അയ്യോ അങ്കിൾ, ഇപ്പൊ നിങ്ങൾ വല്ലാതെ ദേഷ്യം പിടിച്ചിരിക്കുക. ആസ് യു സെഡ്, യു നീഡ് എ ഷോട്ട് നൗ. സ്റ്റോപ്പ് ഇറ്റ്. നീ ചന്ദ്രകാന്ത് വർമ്മയുടെ മകൻ, അത് മാത്രം. ചന്ദ്രകാന്ത് വർമ്മ ഇന്നില്ല, അത് നീ ഓർക്കണം അബി. ഇത് എത്യോപ്യ അല്ല, ഇന്ത്യയാണെന്നുള്ള കാര്യം നിങ്ങൾ ഓർക്കണം മിസ്റ്റർ മഹാദേവ്. ബോയ്സ്, യു ആർ മിസ്സിംഗ് ദ റോങ് പേഴ്സൺ. അങ്കിൾ, ദിസ് ഈസ് റോങ് അബി. ഇനിയെങ്കിലും പ്രോട്ടോകോൾ തെറ്റിച്ച് ഇത്തരം പേഴ്സണൽ സെൽഫോൺ അപ്പോയിന്റ്മെന്റ്സ് കൊടുക്കാതെ അബി. ഇറ്റ്സ് ഓക്കെ കദർ, കം ലെറ്റ്സ് നോ അബി.